രണ്ടാം അമൃത സ്നാനത്തിനൊരുങ്ങി പ്രയാഗ്രാജ്. മഹാകുംഭമേളയിലെ രണ്ടാം അമൃത സ്നാനം മൗനി അമാവാസി ദിനമായ നാളെ നടക്കും. പുണ്യസ്നാനത്തിന് വേണ്ടി തീർത്ഥാടകരുടെ ഒഴുക്ക് തുടരുകയാണ്. പ്രയാഗ്രാജിൽ നിന്ന് നിഖിൽ കുമാർ റിപ്പോർട്ടിലേക്ക് നമുക്ക് പോകാം. നിഖിലിൻ്റെ റിപ്പോർട്ടിലേക്ക്. വീണ, രോഹിണി, എന്തായാലും ഈ ഒരു കുംഭനഗരിയിലേക്കുള്ള തീർത്ഥാടകരുടെ ഒഴുക്ക് തുടരുകയാണ്. മൗനി അമാവാസി ദിനമായ നാളെ ഒരു അമൃത സ്നാനം നടക്കും. അതിനുവേണ്ടി തീർത്ഥാടകരുടെ ഒരു ഒഴുക്ക് തന്നെ ഇവിടേക്ക് തുടരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇന്നലെ വരെയുള്ള കണക്ക് പ്രകാരമാണെങ്കിൽ, ഇന്നലെ രാത്രി 10 മണി വരെയുള്ള കണക്ക് പ്രകാരമാണെങ്കിൽ ഇവിടേക്ക് എത്തിയ തീർത്ഥാടകരുടെ എണ്ണം, ആകെ തീർത്ഥാടകരുടെ എണ്ണം 14.76 കോടിയായിട്ടുണ്ട്. അതായത് 14.25 കോടിയോളം തീർത്ഥാടകർ ഇന്നലെ വരെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് അമൃത സ്നാനത്തിന് വേണ്ടി. അത് ഇന്നലെ രാത്രി 10 മണി വരെയുള്ള ഔദ്യോഗിക കണക്ക് പ്രകാരമാണ്. മറ്റൊരു കാര്യം, ഇന്നലെ മാത്രം 1.55 കോടി, അതായത് 1.5 കോടിയോളം തീർത്ഥാടകർ ഇന്നലെ മാത്രം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇതും നേരത്തെ പറഞ്ഞതുപോലെ രാത്രി 10 മണി വരെയുള്ള കണക്ക് മാത്രമാണ്. ഇത് രാത്രി പിന്നീടുള്ള 2 മണിക്കൂർ കൂടി കണക്കൂടി പുറത്തു വരാനുണ്ട്. അപ്പോൾ ഇന്നലെ മാത്രമുള്ള കണക്ക് ഇനിയും ഉയരാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ഇവിടേക്ക് എത്തുന്ന തീർത്ഥാടകർ ഇന്നലെയും ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി ഇവിടേക്ക് എത്തിയ തീർത്ഥാടകർ പലരും ഇവിടെ തന്നെ തങ്ങുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അതായത് വരാനിരിക്കുന്ന നാളെ നടക്കുന്ന പ്രധാനപ്പെട്ട അമൃത സ്നാനത്തിന് വേണ്ടി, രണ്ടാം അമൃത സ്നാനത്തിന് വേണ്ടി, നാളെ മൗനി അമാവാസിയാണ്. അമാവാസി ദിനത്തിൽ നടക്കുന്ന രണ്ടാം അമൃത സ്നാനത്തിന് വേണ്ടിയുള്ള ആ പുണ്യസമയത്ത് സ്നാനം ചെയ്യുന്നതിന് വേണ്ടി, പുണ്യസ്നാനത്തിന് വേണ്ടി ഇവിടെ എത്തുന്ന ആ ഒരു തീർത്ഥാടകരൊക്കെ തന്നെ ഇവിടെ തന്നെ തങ്ങുന്ന ഒരു കാഴ്ചയും നമുക്ക് എന്തായാലും കാണാൻ സാധിക്കുന്നു. ഒപ്പം തന്നെ ഒരു സുരക്ഷയുടെ കാര്യത്തിലൊക്കെ വലിയ രീതിയിലുള്ള മുൻകരുതലുകൾ, ഇവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒക്കെ ഒരുക്കിയിട്ടുണ്ട് എന്ന് ഉത്തർപ്രദേശ് സർക്കാർ എന്തായാലും വ്യക്തമാക്കിയിട്ടുണ്ട്.